ബംഗ്ലാദേശിനെതിരായ ഒന്നാം T20-യിൽ ഇന്ത്യക്ക് ബാറ്റിംഗിൽ തിളങ്ങി സഞ്ജു സാംസൺ. ഓപ്പണിംഗ് റോളിലേക്ക് സഞ്ജു സാംസൺ എത്തിയപ്പോൾ ആശങ്കകളേറെയായിരുന്നു. ശ്രീലങ്കൻ പരമ്പരയിലെ സഞ്ജു സാംസന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെ സഞ്ജുവിന്റെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് ഏവരും ഉറ്റുനോക്കിയിരുന്നു. ഭേദപ്പെട്ട പ്രകടനത്തോടുകൂടി കയ്യേറി നേടാൻ സഞ്ജു സാംസന് സാധിച്ചു എന്ന് തന്നെ പറയാം. 19 പന്തുകൾ നേരിട്ട് 29 റൺസോടുകൂടിയാണ് സഞ്ജു മിന്നിച്ചത്. 152 സ്ട്രൈക്ക് റേറ്റിലാണ് താരത്തിന്റെ നേട്ടം. വലിയ സ്കോറിലേക്ക് ഉയർന്നില്ലെങ്കിലും ഇന്ത്യക്ക് അടിത്തറ പാകിയ ശേഷമാണ് സഞ്ജു മടങ്ങിയത്. ഇന്ത്യയുടെ മാച്ച് വിന്നറാവാൻ സാധിച്ചില്ലെങ്കിലും നിർണായക സംഭാവനകളോടുകൂടി സഞ്ജുവിന് മികച്ച രീതിയിൽ മത്സരത്തിൽ തിളങ്ങാനായി. സഞ്ജു സാംസൺ തുടങ്ങിയത് തന്നെ മനോഹരമായ സ്ട്രൈക്ക് ഡ്രൈവിലൂടെയാണ്. ബൗളർമാരുടെ വേഗതയെ മുതലാക്കി മികച്ച ടൈമിങ്ങോടുകൂടി കളിക്കാൻ സഞ്ജുവിന് സാധിച്ചു. ഓഫ് ഡ്രൈവിലടക്കം അത്ഭുതപ്പെടുത്തുന്ന ടൈമിങ്ങിലോടുകൂടി മികച്ച ഷോട്ടുകൾ കളിക്കാൻ സഞ്ജുവിനായി. ഓപ്പണിംഗിലേക്ക് എത്തിയപ്പോൾ സഞ്ജു പതറുമെന്ന് കരുതിയവരുടെ വായടപ്പിക്കുന്ന തരത്തിൽ മനോഹരമായ ഷോട്ടുകൾ കളിക്കാൻ സഞ്ജുവിന് സാധിച്ചുവെന്നാണ് എടുത്തു പറയേണ്ടത്. സ്പിന്നർമാർക്കെതിരെ കടന്നാക്രമിക്കാൻ ശ്രമിച്ച സഞ്ജു ടൈമിംഗ് പിഴച്ചതാണ് പുറത്തായത്. അഭിമാനിക്കാവുന്ന പ്രകടനം തന്നെ സഞ്ജു പുറത്തെടുത്തുവെന്ന് പറയാം. സഞ്ജുവിന് ഇന്ത്യയുടെ ഓപ്പണിംഗ് റോളിലേക്ക് തിളങ്ങാൻ സാധിക്കുമെന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. തുടരവസരങ്ങൾ അദ്ദേഹത്തിന് നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശ്രീലങ്കയ്ക്കെതിരെ 2 മത്സരത്തിലും സഞ്ജു ഡക്കിനാണ് പുറത്തായത്. 2 മത്സരത്തിലും പിച്ചിനെ മനസ്സിലാക്കാതെ കടന്നാക്രമിക്കാൻ ശ്രമിച്ച് സഞ്ജു വിക്കറ്റ് തുലയ്ക്കുകയായിരുന്നു. എന്നാൽ ബംഗ്ലാദേശിനെതിരായ ഒന്നാം T20-യിൽ ഈ പിഴവ് നികത്തുന്ന പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത്. ക്ഷമയോടുകൂടെ തുടങ്ങുകയും മോശം ബോളുകളെ തിരഞ്ഞാക്രമിക്കാനും സഞ്ജുവിന് സാധിച്ചു. രാജസ്ഥാൻ റോയൽസിന്റെ നായകനും കൂടിയാണ് സഞ്ജു. നായകൻ എന്ന നിലയിൽ കാട്ടേണ്ട പക്വതയും ഉത്തരവാദിത്വം നിലനിൽക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു നടത്തിയതെന്ന് പറയാം. വലിയ സമ്മർദ്ദം സഞ്ജുവിന് മുകളിലുണ്ടായിരുന്നു. നിരാശപ്പെടുത്തിയാൽ ഇനിയൊരു തിരിച്ചുവരവ് എളുപ്പമല്ലെന്ന് സഞ്ജുവിന് മനസ്സിലായെന്ന് തന്നെ തോന്നുന്നതെന്നാണ് ആരാധകരുടെ വാദം. സഞ്ജുവിന്റെ പ്രകടനം ആരാധകരെയും തൃപ്തിപ്പെടുത്തിയെന്ന് തന്നെ പറയാം. മാച്ച് വിന്നറാവാൻ സാധിച്ചില്ലെങ്കിലും മികച്ച രീതിയിൽ മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സഞ്ജുവിനായി. അതേസമയം 127 റൺസിന് പുറത്തായ ബംഗ്ലാദേശിന് മറുപടിയായി 7 വിക്കറ്റിന്റെ വിജയം ഇന്ത്യ നേടി. ഹാർദിക് പാണ്ഡ്യയാണ് മത്സരത്തിൽ വിജയശില്പിയായത്. 16 പന്തിൽ 5 ഫോറും 2 സിക്സും ഉൾപ്പെടെ 39 റൺസ് നേടി ഹാർദിക് പുറത്താവാതെ നിന്നും. 29 റൺസ് സഞ്ജു നേടിയതും നിർണായകമായി. വരുൺ ചക്രവർത്തിയും അർഷദീപ് സിംഗും 3 വിക്കറ്റ് വീതമാണ് നേടിയത്.